ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മഹിമയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും അച്ഛമ്മ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്നുണ്ട് കേട്ടോ മഹിമ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ കേക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അച്ഛമ്മയുടെ അടുത്ത് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്. സച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ കേക്ക് കട്ട് ചെയ്യുന്നത് നിർത്തിവെപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് എന്താ സച്ചി വരാത്തെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വരുന്നുള്ള കാര്യമാണ് അച്ഛ പറഞ്ഞതെന്ന് രേവതി പറയുന്നുണ്ട്. കാരണം രേവതിക്ക് അറിയില്ലല്ലോ സച്ചി എങ്ങോട്ടാ പോയതെന്നുള്ള കാര്യം. ഇപ്പോ രാത്രിയായില്ലേ, ഇനിയും അവനെ കാണാത്ത എന്താന്നുള്ള കാര്യം ഇങ്ങനെ രവി ചോദിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അച്ഛമ്മ ചോദിക്കുന്നത് അവനെന്താ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നാണോ വരുന്നത്, ഇവിടുന്ന് തന്നെയല്ലേ വരുന്നത്. അതിനിടയ്ക്ക് ചന്ദ്രമതി ആണെങ്കിൽ കമന്ററി പറയുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൻ മിക്കവാറും നിലത്തു കൂടെ അഴഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിന് ഇനിയും സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, എന്തായാലും സച്ചിയേട്ടൻ വരും, പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ എന്തിനാ ഇത്രയും ടൈം എടുക്കുന്നതെന്നുള്ള കാര്യം അച്ഛമ്മയും ചോദിക്കുകയാണ്. അച്ഛമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരുപക്ഷെ സച്ചിയേട്ടൻ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നുള്ള കാര്യം. പിന്നെ അവൻ വലിയ ഗിഫ്റ്റ് മേടിക്കും, 500 രൂപയ്ക്ക് റോട്ടിൽ എന്തെങ്കിലും കിട്ടുന്ന സ്വീറ്റ്സ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധി കളിയാക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കണ്ട എന്ന് പറയാണ്. സുധിയോട് ദേഷ്യപ്പെടുന്ന രേവതിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് രേവതി നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്, നിനക്കറിയോ സച്ചി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അങ്ങനെ വീണ്ടും രേവതിയുടെ അടുത്ത് ഫോൺ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ രേവതി കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ നമ്മുടെ സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, ഒരുപക്ഷെ ചാർജ് തീർന്നതായിരിക്കും എന്ന് പറയാണേ. അത് കേട്ട ഉടനെ ചന്ദ്രമതി പറയുന്നത് എന്തായാലും അവൻ നന്നായിട്ട് ചാർജ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക, ഇന്ന് അവൻ ഇങ്ങോട്ട് വന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ വരും, നമുക്ക് വേഗം കേക്ക് കട്ട് ചെയ്ത് ഞാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ കൈ പിടിച്ച് വലിക്കുവാണ്. കൈ വിടടാ, സച്ചി വരാതെ എങ്ങനെയാടാ കേക്ക് കട്ട് ചെയ്യുക. സാധാരണ എന്റെ പിറന്നാൾ ദിവസം അവൻ മുഴുവൻ സമയവും എന്റെ കൂടെ തന്നെ ഇരിക്കും. ഇന്ന് അവൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു കാരണം ഉണ്ടാകും, അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അച്ഛമ്മ ഇരിക്കുന്നത്. ശരി, എന്തായാലും ശ്രീകാന്ത് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് രവിയും പറയുന്നത്. അപ്പോഴേക്കും വർഷ പറയുന്നത് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഗിഫ്റ്റ് അച്ഛമ്മയ്ക്കുള്ള കൊടുക്കുക എന്നാണ്. പക്ഷെ അച്ഛമ്മ അതിനും സമ്മതിക്കുന്നില്ല, അതിനും അവൻ വരട്ടെ എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് അമ്മ അങ്ങനെ എല്ലാ കാര്യത്തിനും അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇവിടെ ബാക്കിയുള്ളവർക്കും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ. ഇവിടെ ഉള്ളവർ മാത്രമായിരിക്കും അമ്മയ്ക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി പോകുന്നത്, അവൻ അമ്മയ്ക്ക് ഒരു പിണ്ണാക്കും ഗിഫ്റ്റ് ആയിട്ട് തരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവനെ കുറിച്ച് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അവൻ വരും എന്നുള്ള കാര്യമാണ് രവി പറയുന്നത്. അങ്ങനെ ശ്രുതി തന്നെ മുൻകൈ എടുത്തിട്ട് ശ്രുതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വൈരമാലയാണല്ലോ മേടിച്ചിരിക്കുന്നത്, അത് അച്ഛമ്മയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ്. അച്ഛമ്മയുടെ മനസ്സ് തട്ടുന്ന ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അച്ഛമ്മയുടെ കഴുത്തിൽ അത് ഇട്ടിട്ട് അച്ഛമ്മ അത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടടാ എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ എന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അതെനിക്ക് അറിയാലോ, എന്നെ പളപള മിന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ടല്ലോ. അവര് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണുമ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ അടുത്ത് എന്താ സച്ചി ഇതുവരെ വരാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഒന്നുമില്ല എന്ന് പറയണേ. ശരി നീ പോയിട്ടൊരു തട്ടെടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛമ്മ എന്റെ ഗിഫ്റ്റ് ആണ് ഈ കേക്ക്, ഇത് അച്ഛമ്മയ്ക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണ്. എടാ ഞാൻ അങ്ങനെ കേക്ക് ഒന്നും കഴിക്കില്ലല്ലോ അതിന് മാത്രം എന്നുള്ള കാര്യം കലാവതി പറയുന്ന സമയത്ത് അച്ഛമ്മ ഇതാണ് സ്പെഷ്യാലിറ്റി, ഇത് ഷുഗർ ഉള്ള ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയ കേക്കാണിത്. എന്റെ ഹോട്ടലിൽ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതും ഞാൻ അച്ഛമ്മയുടെ പേരിലാണ് ഈ കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അച്ഛമ്മയുടെ പേരിലാണ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ എടാ അച്ഛന്റെയും അമ്മയുടെയും പേരിലൊന്നും നീ കേക്ക് ഉണ്ടാക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള മറുപടി നമ്മുടെ രവി കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ വായ അടച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അടുത്തതായിട്ട് വർഷ പറയുന്നുണ്ട് അച്ഛമ്മേ ഇത് എന്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫോണാണ് കൊടുക്കുന്നത്. ആ ബോക്സ് കാണുമ്പോഴേക്കും ഇതിന്റെ ഫോണാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. അയ്യോ മോളെ ഈ ഇതിനകത്തൊന്നും എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് കലാവതി പറയുമ്പോൾ അച്ഛമ്മയ്ക്ക് എല്ലാം ഞാൻ പറഞ്ഞു തരാം, അച്ഛമ്മയ്ക്ക് വീഡിയോസും കാണാം, അച്ഛമ്മയുടെ സീരിയൽസ് സിനിമ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കാണാം, അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ളവരടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് അവരെ കണ്ടുകൊണ്ട് സംസാരിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ അവരും ഗിഫ്റ്റ് കൊടുത്തല്ലോ. അടുത്തതായിട്ട് മഹിമ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. മഹിമ കൊടുക്കുമ്പോഴൊക്കെ ചന്ദ്രമതിക്ക് മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മഹിമ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴങ്ങളും അതുപോലെ തന്നെ ഒരു തട്ടിൽ സാരിയൊക്കെ വെച്ചിട്ടാണ് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോ അല്ല ലക്ഷ്മി നീ എന്താ നോക്കി നിൽക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നതല്ലേ, കൊടുക്കാൻ വേണ്ടി പറയാണ് രവി. ലക്ഷ്മി കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണെന്നുള്ള കാര്യം രേവതി പറഞ്ഞു.
അതുകൊണ്ട് ഈ കളർ മേടിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ ആ സാരി നോക്കിയിട്ട് അച്ഛമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്നുള്ള കാര്യം പറയുകയാണേ. അതിനിടയ്ക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴവും 100 രൂപേനെ സാരിയും മേടിച്ച് കൊടുക്കുന്നു. നമ്മളെ മഹിമേനെ മുമ്പിൽ നാറ്റിക്കാണെന്നൊക്കെ പറയുകയാണെ ബാമേന്റെ അടുത്ത്. അത് കേട്ട ബാമ പറയുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് നിനക്കിപ്പോ എന്താണ്? ശരി ശരി, എന്തായാലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അതുപോലെ തന്നെ പറയണം എന്നുള്ള കാര്യം പറയണേ. ശരിയെന്ന് ബാമ പറയുന്നുണ്ട്. അങ്ങനെ രവിയുടെ അടുത്ത് ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പറയാണ്. ഇതാണ് അമ്മേ എന്റെ വക അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ, എന്തായാലും ഒരു മരുമകളും അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് കാര്യം മനസ്സിലാവാണ്. ചന്ദ്രമതി പറഞ്ഞതാണ് ബാമ പറഞ്ഞ എന്നുള്ള കാര്യം. ആഹാ കൊള്ളാലോ ബാമേ, ചന്ദ്രമതി പറഞ്ഞു തന്നതുപോലെ തന്നെ നീ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് നാറുന്നുണ്ട്. അയ്യോ അമ്മേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവളായിട്ട് പറഞ്ഞതാണ്, നീ ചുമ്മാ ഇരിക്കോ, നീ ഇത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ അങ്ങ് തട്ടി മാറ്റാണ്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. ഇത് ഞാൻ അമ്മേ നിങ്ങളുടെ നാട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കാം, അമ്മ ഇതിനകത്ത് തന്നെ പണം കാണണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രേ നീ നല്ല പടം കാണിക്കുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും. ശ്രീകാന്ത് ഇത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നു പറഞ്ഞിട്ട് രവി അങ്ങ് മാറ്റി വെപ്പിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തല്ലോ, നമ്മുടെ രേവതി ഒഴികെ. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട് അച്ഛമ്മേ ഇവിടെയുള്ള എല്ലാവരും ഗിഫ്റ്റ് കൊടുത്താന്നല്ലോ, അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിക്കടാ ഇനിയും എന്റെ ഒരു പേരക്കുട്ടി ഉണ്ടല്ലോ സച്ചി, അവനും കൂടി വരട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. എല്ലാവരും മീൻസ് നമ്മുടെ രേവതിയും ലക്ഷ്മിയും ദൈവവും ഒക്കെയാണേ. അവൻ ഇന്ന് വരുന്ന മട്ടൊന്നുമില്ല അച്ഛമ്മേ, ചിലപ്പം രാവിലെ അവൻ തൊല പൊക്കുന്നുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മാസ് എൻട്രി കേട്ടോ. എടാ ബിസിനസ് മാനെ, നിന്റെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കില്ലടാ. സച്ചിയെ കാണുമ്പോഴേക്ക് രേവതി ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. എവിടെ പോയതായിരുന്നു, എന്താ ഫോൺ എടുക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി രേവതി. എടാ നീ ഇങ്ങോട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കലാവതി വിളിക്കുമ്പോ ദാ അച്ഛമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി അരികിലേക്ക് ചെല്ലുവാണ്. സച്ചി അരികിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സുധിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും ബാക്കി എല്ലാവരും ഇങ്ങനെ തലയും കുനിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഒരു സെറ്റ് കുനിഞ്ഞു നിൽക്കാനാണ് കേട്ടോ ആദ്യം പറയുന്നത്. എന്നിട്ട് ചെവിക്ക് പിടിക്കുകയാണ്. അയ്യോ അച്ഛമ്മയെ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു അടിയും കൂടി കൊടുക്കുന്നുണ്ട്. രാവിലെ പോയതല്ലേടാ, എന്നിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്, നിനക്ക് ഈ അച്ഛമ്മ പ്രധാനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ അച്ഛമ്മ നിങ്ങൾ അങ്ങനെ പറയുന്നത്, കുറച്ച് ലേറ്റ് ആയി പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു, നീ അച്ഛമ്മയുടെ കഴുത്ത് കണ്ടോ, അത് ഞാൻ കൊടുത്തതാണ് നവരത്നമാല, ഇനി നീ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ, നീ അച്ഛമ്മയ്ക്ക് എന്താ മേടിച്ചിട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ഞാൻ ഒന്നും അച്ഛമ്മയ്ക്ക് മേടിച്ചിട്ട് വന്നില്ലല്ലോ, അതല്ലെങ്കിലും ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ അച്ഛമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവൻ വെറും കൈയോടെയാണ് വരിക എന്നുള്ള കാര്യം. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവൻ എന്തെങ്കിലും എനിക്ക് തരണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല, അവൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി, എനിക്ക് അതാണ് സന്തോഷം എന്നുള്ള കാര്യം കലാവതി പറയുമ്പോഴേക്കും കണ്ടില്ലേ എന്റെ അച്ഛമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവിളത്തൊക്കെ പിടിക്കുന്നുണ്ട് സച്ചി. പക്ഷേ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കോ, ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ടില്ല, പക്ഷെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്, അച്ഛമ്മമാരെല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ എന്നുള്ള കാര്യം പറയാണേ. അത് കേൾക്കുമ്പോൾ കലാവതി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് 2 വയസ്സായിട്ടുള്ള സ്ത്രീകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ചന്ദ്രമതി എന്താണ് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ കണ്ട ഉടനെ തന്നെ ആണെങ്കിൽ അച്ഛമ്മയുടെ കണ്ണൊക്കെ നന്നായിട്ട് നിറയുന്നുണ്ട് കേട്ടോ സന്തോഷം കൊണ്ട്. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നതിന്റെ ശേഷം അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് കലാവതി. ഇതൊന്നും കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആർക്കും ഒരു കാര്യവും മനസ്സിലാവുന്നില്ല കേട്ടോ. എല്ലാവരും ഇപ്പൊ ഇത് എന്തായിരിക്കും എന്നുള്ള വട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ 3 പേരും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എത്ര നാളായല്ലേ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അച്ഛമ്മ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, നിങ്ങളെ തന്നെയാണോ എന്റെ കൺമുമ്പ് കാണുന്നത് എന്നുള്ള കാര്യം. വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, കാണണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കലാവതിയുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലെങ്കിലും ഒന്ന് കാണണോ എന്ന്, എന്തായാലും ഇപ്പൊ അത് സാധിച്ചല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സച്ചിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതി, സച്ചിയേട്ടാ ഇതൊക്കെ ആരാണ് എന്നുള്ള കാര്യം. സച്ചിയാണെങ്കിൽ മറുപടി പറയാതെ അച്ഛമ്മ രേവതി ചോദിക്കുന്നു ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഇവർ 2 പേരും എന്റെ കൂടെ പഠിച്ചവരാണ്, അച്ഛമ്മ ആകെ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അവർ 2 പേരും അതുവരെ കൂടെ ഉണ്ടായിരുന്നവരാണെന്നുള്ള കാര്യം പറയണേ. ഓ അപ്പൊ അച്ഛമ്മയുടെ ഓൾഡ് ബഡീസ് ആണല്ലേ, അപ്പൊ ക്ലാസ്മേറ്റ്സിന്റെ റീയൂണിയൻ ആണല്ലേ ഇതെന്നൊക്കെ ചോദിക്കുകയാണ് വർഷ. നമ്മള് ആരുടെ ഒരാളുടെ ഫ്രണ്ട്സിന്റെ ആരുടെയോ കല്യാണത്തിനല്ലേ കണ്ടതെന്നുള്ള കാര്യം അതിലൊരാൾ ചോദിക്കുന്ന സമയത്ത് അല്ല നമ്മുടെ കലാവതിയുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, പിന്നെ മകന്റെ ആദ്യ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണ്. കലാവതി നിന്റെ മോൻ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവിയെ വിളിച്ചിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. കലാവതിയുടെ ഭർത്താവിന്റെ അതേ ചായയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ തമാശ രീതിയിൽ എന്റെ ഭർത്താവിന്റെ ചായ അല്ലാണ്ട് പിന്നെ എന്റെ മകന് പിന്നെ വേറെ ആരുടെ ചായ കിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ 3 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ഛമ്മയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ നിങ്ങള് പഴയ കാലത്തിൽ പോയോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. ആ പോയടാ, നിനക്ക് എങ്ങനെയാടാ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വീട്ടില് ഉള്ള
ചേച്ചീന്റെ അടുത്ത് പറഞ്ഞു, അച്ഛമ്മ എല്ലാവരുടെയും നമ്പർ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് നമ്പർ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫോൺ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അച്ഛമ്മ ഇപ്പൊ ഹാപ്പി ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സച്ചി. ആണെടാ, 30 വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഞാൻ ഒരുപാട് പോയി. എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീകാന്തിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇളയ പേരക്കുട്ടിയായെന്ന് പറഞ്ഞിട്ട് നടുക്കത്തത് സച്ചിയാണെന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയെ കുറിച്ച് നല്ല കാര്യം പറയുന്നുണ്ട് കേട്ടോ. സച്ചി ഇപ്പോഴും നല്ല മോൻ തന്നെയാണല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവൻ കലാവതിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയാണ്. അവസാനമായിട്ടാണ് നമ്മുടെ സുധിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സുധി പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തല്ലോ. അപ്പൊ സുധി കുറച്ച് ഗെറ്റപ്പാവാന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛൻ അരികിലേക്ക് വിളിക്കുമ്പോൾ ചെല്ലുന്നുണ്ട്. പക്ഷെ അതിൽ കൂട്ടത്തിലുള്ള ഒരമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇവനല്ലേ ചെറുപ്പത്തിൽ തുണിയൊന്നും എടുക്കാണ്ട് ഇങ്ങനെ ചൂറ്റിക്കൊണ്ട് നടക്കുന്ന ആള് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാണം കിടുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ചിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് വേഗം നൈസായിട്ട് എസ്കേപ്പ് ആയി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചന്ദ്രമതിയെ കാണുന്നത്. ഇതല്ലേ നിന്റെ മരുമോൾ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അന്ന് കണ്ടപ്പോ മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ ആളങ്ങ് തടിച്ച് നല്ല കൊഴുത്തല്ലോ എന്ന് പറയുമ്പോ അവൾ അങ്ങനെ തന്നെയാന്നൊക്കെ പറയാണ്. അപ്പൊ ദിയേയും കൊച്ചാക്കി പറഞ്ഞു. പിന്നെ ചന്ദ്രമതിയെ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച പോലെ തോന്നുന്നുണ്ട്. ചന്ദ്രമതി അങ്ങനെ വലിയ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആള് ഭയങ്കര ഗൗരവത്തിലൊക്കെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും ഹർഷയും വിളിക്കുകയാണ്. അവർ 3 പേരും കൂടി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിയാണ് കേട്ടോ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇവളാണ് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന ആദ്യത്തെ മരുമകൾ എന്ന് പറയാണ്. പക്ഷെ ശ്രുതിയാണ് മൂത്ത മരുമകൾ എന്ന് പറയുമ്പോൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയെ പരിചയപ്പെടുത്തുമ്പോൾ വർഷയാണെങ്കിൽ ഹായ് എന്ന് പറയണേ. അപ്പൊ അച്ഛമ്മയെ ഹായ് എന്ന് പറയുന്നുണ്ട്. ഇതെന്താ കഥ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്രയെ കുറിച്ചിട്ടാണോ എന്തിനെ കുറിച്ചാണെന്ന് അറിയില്ല. അതൊക്കെ പിന്നീട് സംസാരിക്കാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖമൊക്കെ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീകാന്ത് ചോദിക്കുന്നത്, അച്ഛമ്മേ ഇനിയെങ്കിലും കേക്ക് വെട്ടിക്കൂടെ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇനി സന്തോഷമായിട്ട് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ 2 കൂട്ടുകാരികളെയും കൂട്ടിയിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് കേക്ക് മുറിക്കാൻ വേണ്ടി പോകുന്നത്. കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മുടെ രവിക്കാണ് കൊടുക്കുന്നത് അച്ഛമ്മ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നത്. ചന്ദ്ര പീസ് എടുത്തിട്ട് അച്ഛമ്മയ്ക്കും കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് പീസ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് അച്ഛമ്മയും അവരും കൂടി സംസാരിക്കുന്നത്. അതിലൊരു അമ്മയുടെ മകന്റെ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരും അവന്റെ ഭാര്യയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല പോകുന്നതെന്നുള്ള കാര്യമാണ്. എന്ത് ചെയ്യാൻ, അവള് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള രീതിയിലാണ് അവള് സംസാരിക്കുന്നത്. എവിടെ ഒരുമിച്ച് പോകാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ചന്ദ്രയെ ഒന്ന് കുത്തുന്ന രീതിയിൽ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ കേക്ക് എടുത്ത് ഇങ്ങനെ കുത്തി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛമ്മയാണെങ്കിൽ രേവതിയുടെ അടുത്ത് അവരുടെ അരികിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ സച്ചിയുടെ ഭാര്യ. അവള് സ്വന്തമായിട്ട് പൂക്കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുവാണേ. പണ്ട് കലാവതി നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഉണ്ടല്ലോ രേവതിയെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയെ വിളിക്കുകയാണ്. എന്നിട്ട് വർഷ ഈ ടിവിയിലൊക്കെ ഡബിങ് ചെയ്യുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് പറയാണ്. അപ്പോഴേക്കും എന്റെ പേരക്കുട്ടി അങ്ങനെ തന്നെയാണ്, എന്നും TV സീരിയൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചുറ്റിക്കറക്കാണെന്നൊക്കെ പറയുകയാണേ. കലാവതി നിന്നെ ഇപ്പം കാണുന്നത് നല്ല സുന്ദരിയായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചുമ്മാ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറയുകയാണെ. പക്ഷെ ഇതൊന്നും ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല, ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. കലാവതി എന്തായാലും നല്ല ഭംഗിയുണ്ട്. അത് ഈ മൂത്ത മരുമകളുടെ പരിപാടി എന്ന് പറയുമ്പോൾ എന്തായാലും കലാവതിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വട്ടം കൂടി കല്യാണം കഴിച്ചേനെ. അത് കഴിഞ്ഞിട്ട് വേറൊരു ആണിന്റെ പേര് പറഞ്ഞിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് നാണമൊക്കെ ആവുന്നുണ്ട്. ചെറുപ്പകാലത്ത് എന്തോ ഒരു ലവ് സ്റ്റോറി എന്തോ ആണ്. അത് കേട്ട ഉടനെ തന്നെ വർഷമാണെങ്കിൽ ആദ്യം പൊക്കുന്നുണ്ട് കേട്ടോ. എന്തോ ലവ് സ്റ്റോറി ആണല്ലോ, അച്ഛമ്മ എന്താണെങ്കിലും പറയുമെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ വേണ്ട എന്നൊക്കെ പറയണേ 2 പേരെടുത്ത്. പക്ഷെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പറയൂ, ഞാൻ റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് നിൽക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ രേവതി സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട് എന്തായാലും സച്ചിയേട്ടൻ ആള് കൊള്ളാം, ഞാൻ അറിയാതെ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്തായാലും സൂപ്പർ സർപ്രൈസ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി. അത് സർപ്രൈസ് ഒക്കെയാണ്, പക്ഷെ സച്ചിയേട്ടന് എന്റെ അടുത്തൊന്ന് പറയാമായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അച്ഛൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ആദ്യം അത് വിളിച്ചു പറയും എന്നുള്ള മട്ടില് വാ തുറന്നിട്ടാണ് നമ്മുടെ സച്ചിയുടെ നേരെ നോക്കുന്നത്. അപ്പോഴേക്ക് സച്ചി ആണെങ്കിൽ ഒരു കേക്കിന്റെ പീസ് എടുത്തിട്ട് രേവതിയുടെ വായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ മേൽ അത്രയല്ലേ ഉള്ളൂ വിശ്വാസം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ കാര്യമല്ല, നിനക്ക് അച്ഛമ്മയുടെ അടുത്ത് ഇച്ചിരി സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല, അത് നിനക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയേണ്ടതെന്ന് പറയാണ്. എന്തായാലും സച്ചേട്ടൻ നമുക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ സച്ചേട്ടൻ നല്ല ആലോചിച്ച ചിന്തയോട് കൂടിയിട്ട് നല്ലൊരു കാര്യം ചെയ്തില്ലേ, കണ്ടില്ലേ അച്ഛമ്മ എത്ര സന്തോഷവതിയാണ് എന്നുള്ള കാര്യം. അങ്ങനെ അവർ 2 പേരും കൂടി സംസാരിച്ച് ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയും അതുപോലെ രേവതിയും. അമ്മയുടെ ആ സന്തോഷമാണെന്നുണ്ടെങ്കിൽ രവിയും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ.
ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എന്ത് പറ്റി എന്നുള്ള കാര്യം. അല്ല, സച്ചി ഒന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതെ, ഞാനും വിചാരിച്ചില്ല എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് സച്ചിക്കായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ, സച്ചി മാത്രല്ലേ ചെയ്തുള്ളൂ, നമ്മൾ രണ്ടുപേരും ചെയ്തല്ലോ, രേവതി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത്, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താന്ന് സച്ചി ചോദിക്കുമ്പോൾ, ദേവു ആ ഫോൺ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുന്നുണ്ട്. അച്ഛമ്മയെ ഞാൻ ടെറസിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് അച്ഛമ്മയുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അച്ഛമ്മയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യം പറയാണ്. ഈ ഒരു ദിവസം ഓർമ്മയായിട്ട് വെക്കാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി. അത് വേണ്ട, അച്ഛമ്മ ഇപ്പൊ തന്നെ ഭയങ്കര സന്തോഷവതി എന്നുള്ള കാര്യം പറയാണ്. നീ എന്തായാലും ആ ഫോൺ ഇങ്ങോട്ട് താ, നീ കൊടുക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആദ്യം അച്ഛമ്മയുടെ ആ വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് കാണുന്നുണ്ട്. ആദ്യം ശ്രീകാന്തിന്റെ അടുത്ത് TV ഓൺ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, എന്താണ് പ്രധാനപ്പെട്ട ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് രവി ചോദിക്കുന്നത്. അച്ഛാ, ന്യൂസ് ഒന്നുമല്ല, അഡ്വൈസ് ആണ്, ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ അഡ്വൈസ്. എടാ മനസ്സിലായില്ല എന്നുള്ള കാര്യം രവി പറയുമ്പോൾ, അച്ഛൻ കണ്ടു നോക്കുക എന്ന് പറയാണേ. അപ്പോഴേക്കും TV ഒക്കെ ഓൺ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ടിവിയിൽ അച്ഛമ്മ പറയുന്നത് പ്ലേ ചെയ്യാൻ കേട്ടോ. 80 വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, ദൈവം തന്ന ജീവിതമാണ് ഇത്. ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ടെന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവാണ്, ഇത് രേവതി ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം. അങ്ങനെ രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് അച്ഛമ്മയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ സ്കൂളുകളില് അധ്യാപകർ എന്താണോ പറയുന്നത് അത് നമ്മൾ നോട്ടിൽ എഴുതിയിട്ട് പഠിക്കും. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് ഒരു കാര്യവും പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് ജീവിക്കേണ്ടത്. ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടവും വരും. ജീവിതാവുന്ന സമയത്ത് സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വരും. വിചാരിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ആദായവും, വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവമായിട്ട് മാറും. അതാണ് ജീവിതം. അതും ആശയില്ലാതെ ജീവിക്കണമെന്നാണ് മനസ്സിലായത്. അതാണ് തീരാത്ത വ്യാധി എന്നുള്ള കാര്യം കൂടി മനസ്സിലായി. അതിന്റെ എല്ലാം മരുന്ന് നമ്മുടെ മനസ്സ് തന്നെയാണ്. ജീവിതം എപ്പോ വേണമെങ്കിലും മാറാം. ജീവിതത്തിലെ കോടികൾ സമ്പാദിച്ച ഒരു പണക്കാരനേക്കാളും വലുത് സ്നേഹമുള്ള ഒരാളെ നമ്മൾ സമ്പാദിക്കുന്നതാണ്. വീട്ടിലായാലും ശരി, നാട്ടിലായാലും ശരി, ഞാനാണ് വലിയവൻ അല്ലെങ്കിൽ മറ്റൊരാളാണ് വലിയവൻ എന്നുള്ള കാര്യമാണല്ലോ നോക്കിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള വലിയവൻ എന്നുള്ള കാര്യം പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. ആകെ മൊത്തത്തില് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് മനോഹരമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഒരു ഇതിലൂടെ അച്ഛമ്മ വളരെ വലിയൊരു മെസ്സേജ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശരിക്കും എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് അച്ഛമ്മയെന്ന്. അത് കഴിഞ്ഞ് വർഷ, അച്ഛമ്മ ശരിക്കും കേട്ടപ്പോ ഒരു മോട്ടിവേഷണൽ ക്ലാസ് പോലെയാണ് തോന്നിയെന്ന് പറയാണ്. അച്ഛമ്മയുടെ കൂടെയുള്ള ഫ്രണ്ട്സും അത് തന്നെയാ പറയുന്നത്. ഇത് തന്നെയാണ് കലാവധി ഞങ്ങളുടെ അനുഭവവും. അത് കഴിഞ്ഞിട്ടാണ് രവി പറയുന്നത്, അമ്മ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഓരോരോ ജീവിതം പോലെയാണ്. നമ്മുടെ മനസ്സിലെ ദേഷ്യം അതുപോലെ വാശി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കേട്ടാൽ തന്നെ വലിയ ആശ്വാസമായിരിക്കും. കുടുംബത്തില് അടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരു നോട്ടം നോക്കുവാണ് കേട്ടോ രവി. അപ്പോഴേക്കും ചന്ദ്ര എന്തോ പോലെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട്, സച്ചി ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ, അതിനെന്താ അച്ഛാ ഓട്ടാലോ, ദിവസവും 3 ഷോ വെച്ചിട്ട് ഓട്ടാം. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് രേവതി എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്ക് സച്ചിയാണെങ്കിൽ രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അച്ഛാ രേവതിയുടെ ഐഡി സൂപ്പർ അല്ലേ എന്ന് ചോദിക്കുകയാണെ. സൂപ്പർ ആണടാ. അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഈ വീഡിയോ എന്റെ ഫോണിലേക്കോ അയച്ചു തരണം. അച്ഛമ്മയുടെ സ്പീച്ച് ഇടയ്ക്കിടയ്ക്ക് കേട്ട് ഞാൻ ഓരോരുത്തർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അതിനിടയ്ക്ക് ചന്ദ്രയുടെ അടുത്ത് ഭാമ പറയുന്നുണ്ട്, സ്പെഷ്യൽ ഗിഫ്റ്റ് ചന്ദ്രയെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന്. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ ഇങ്ങനെ കോടി പോയ പോലെയൊക്കെ ആവുന്നുണ്ട്. തുടർന്ന് അച്ഛമ്മയുടെ അടുത്ത് അച്ഛമ്മയുടെ ഫ്രണ്ട്സ് പറയുന്നത്, കേക്ക് നന്നായിട്ടുണ്ട് കലാവധി എന്നുള്ള കാര്യമാണ്. അത് എന്റെ പേരക്കുട്ടി എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് അവൻ എന്റെ പേരൊക്കെയാ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനെ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കാണുമ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ശ്രീകാന്തിനെ അച്ഛമ്മ നന്നായിട്ട് പൊക്കുന്നുണ്ട്, ഒരുപക്ഷെ സ്പെഷ്യൽ ഗിഫ്റ്റ് അവന് പോവോ, അത് അവർക്കല്ലേ അറിയുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, എന്തായാലും ഇനി വെയിറ്റ് ചെയ്യണ്ട, പോയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയി ചോദിക്കുകയാണേ. അങ്ങനെ ചെന്ന് അച്ഛമ്മയുടെ അടുത്ത് പറയണേ, അച്ഛമ്മ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴല്ലടാ നീ 3 കേക്ക് കഷ്ണം തിന്ന എന്നുള്ള കാര്യം എന്ന് കരുതിയിട്ട് ഡിന്നർ കഴിക്കണ്ടേ. അച്ഛമ്മ എന്തായാലും ഇത്രയും സമയമായില്ലേ, ഇനിയെങ്കിലും അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നും ആർക്കാണെന്നും പറയുമായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ,
ഞാൻ തന്നെ പറയാടാ, എന്തായാലും ഇന്ന് എന്റെ മനസ്സ് നിറഞ്ഞു. ചന്ദ്ര, നീ പോയിട്ട് എന്റെ ബാഗ് എടുത്തിട്ട് വാ എന്നുള്ള കാര്യം പറയണേ. ശരി അമ്മയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ചന്ദ്ര പോയിട്ട് ബാഗ് എടുത്തിട്ട് വരുന്നത്. ബാഗ് എടുത്തോണ്ട് വന്നിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു പെട്ടി എടുക്കുന്നുണ്ട്. ആദ്യ അച്ഛമ്മ പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പുറത്തേക്ക് വരുവാണ്. ഞാനിപ്പോ കൊടുക്കാൻ വേണ്ടി പോകുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമല്ല, 6 തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളതാണ്. അങ്ങനെ ആ പെട്ടി തുറന്നിട്ട് അച്ഛമ്മ ഒരു ഗോൾഡിന്റെ കോയിൻ ആണ് കേട്ടോ, അത് എടുത്ത് പുറത്ത് കാണിക്കുകയാണേ. അത് കാണുമ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖത്തൊക്കെ ഭയങ്കര തെളിച്ചോണ്ട്. അത് കണ്ടോടെ തന്നെ രവി പറയുന്നുണ്ട് കേട്ടോ, അമ്മ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അമ്മ ഇത് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. പക്ഷേ അമ്മ തന്നെ കയ്യിൽ വെച്ചാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല മോനെ, ഇത് തലമുറയായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണ്ടേ എന്നുള്ള കാര്യം പറയണേ. അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തലമുറ എന്ന് പറയുന്നത് രവിയാണല്ലോ. ഒന്നെങ്കിൽ ചന്ദ്രമതിക്ക് അല്ലെങ്കിൽ രവിക്ക്. ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ചന്ദ്ര ഉള്ളത്. ഇത് വെറും ഒരു സ്വർണ്ണ കോയിനാണെന്നുള്ള കാര്യം വിചാരിക്കരുത്. ഇത് തലമുറകളായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വത്ത് പോലെയാണ്. അത് എത്തേണ്ട ആളുടെ കയ്യിൽ തന്നെയാണ് എത്താൻ വേണ്ടി പോകുന്നത്. ഇന്ന ആളുടെ കയ്യിൽ എത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. എന്തോ ഗോൾഡ് ഡോളർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിന്റെ പഴയ കാലത്തെ സ്വർണ്ണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റ് ഉള്ള ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ശ്രുതിക്കും ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും പഴയ കാലത്തെ ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ഉണ്ടാവുന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വർഷേ, ഈ വീട്ടില് മര്യാദയോട് കൂടി കയറി വന്നിരിക്കുന്ന മരുമകള് നീയല്ലേ, അപ്പോ അത് നിനക്ക് തന്നെ കിട്ടണ്ടേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വർഷ പറയുന്നുണ്ട്, മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാതെ അമ്മ മിണ്ടാതിരുന്നേ. അതിന്റെ ഇടയ്ക്ക് ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരുപക്ഷെ നീ രവിയേട്ടനായിരിക്കും അത് കിട്ടുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ കിട്ടിയാലും അത് എന്റെ കയ്യിലാണല്ലോ വരിക എന്നാണ് ചന്ദ്ര പറയുന്നത്. തുടർന്ന് അച്ഛമ്മ ഇത് ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും തന്ന ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആദ്യം ചന്ദ്രപതിയാണ് കേട്ടോ വിളിക്കുന്നത്. ചന്ദ്രേ, ഞാൻ ഇത്രയും നാളായിട്ട് വീട്ടിൽ ചെറിയ ടിവിയിലായിരുന്നു സിനിമയൊക്കെ കണ്ടോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാ ഇപ്പൊ നീ തന്ന ആ വലിയ ടിവിയിലാണ് ഇനി മുതൽ ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. നാട്ടിലെ എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കര പെരുമയോട് കൂടിയിട്ട് തന്നെ പറയുന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രപതിയുടെ മുഖത്തുള്ള സന്തോഷം ഒന്ന് കാണണം കേട്ടോ. പക്ഷെ ചന്ദ്രേ, നിനക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു നാള് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോഴേക്കും മുഖഭാവമൊക്കെ മാറുവാണേ. അങ്ങനെ ഓരോരോ തന്ന കാര്യങ്ങളും നമ്മുടെ അച്ഛമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആരെയും കുറച്ച് കാണിക്കില്ലാത്ത രീതിയിൽ എന്റെ മകൻ രവി എനിക്ക് ദേവിയിലെ നടയിൽ ഉടുപ്പിച്ച ആ പട്ട് സാരി തന്നെ എനിക്ക് കൊണ്ടുതന്നു. സന്തോഷമുള്ള കാര്യം. പിന്നെ എന്റെ മൂത്ത പേരക്കുട്ടി നവരത്ന മാല ഇട്ട് തന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ആണോ അച്ഛമ്മേ, അപ്പോ ഇത് എനിക്കാണോ തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. എടാ നിക്കടാ, അമ്മ പറഞ്ഞ് തീരട്ടെ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. പിന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്നെ നന്നായിട്ട് അഴകാക്കിയിട്ടുണ്ട്. പിന്നെ എന്റെ അവസാനത്തെ പേരക്കുട്ടിയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്റെ സ്വന്തം പേരിൽ കേക്ക് ഉണ്ടാക്കി. വർഷയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഫോൺ മേടിച്ചു തന്നു. എല്ലാം എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാം ഞാൻ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്കിലും ലോകത്ത് പണത്തിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യം ബന്ധവും സ്നേഹവുമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച എന്റെ സഹപാഠികളെ എന്റെ സച്ചിയാണ് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ആ സന്തോഷത്തിന് അളവില്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഒന്ന് പോ അച്ഛമ്മേ, ചുമ്മാ എന്നെ വെറുതെ പൊക്കി അടിക്കാതെ, എനിക്ക് നാണാവുന്നുണ്ടെന്നൊക്കെ പറയണേ സച്ചി. അതുപോലെ തന്നെ പണത്തിനേക്കാളും മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് ഒരാൾ സമ്പാദിക്കേണ്ടത് ഓർമ്മകളാണ്. അതിനു വേണ്ടിയിട്ട് രേവതി മോള് എന്റെ അനുഭവങ്ങളെ ഒരു വീഡിയോ ആക്കി എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു. ഇന്ന് എന്റെ കാലശേഷം അടുത്ത തലമുറയും ഈ കാര്യങ്ങളൊക്കെ കാണണം. അതിനുവേണ്ടി രേവതി എന്റെ അനുഭവങ്ങളെ പടമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എനിക്ക് സാധനമല്ലാതെ എന്റെ മനസ്സ് നിറയുന്ന സമ്മാനമാണ് അവർ തന്നത്. അങ്ങനെ തന്ന ഇവർക്ക് രണ്ടുപേർക്കുമാണ് എന്റെ ഈ ഗൗരവത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഗോൾഡ് ഡോളർ അവർക്ക് നേരെ നീട്ടുവാണ് അച്ഛമ്മ. അത് കേട്ടപ്പോ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ ഷോക്ക് അടിച്ചൊരു ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷെ രവി പറയുന്നുണ്ട്, ശരിയായിട്ടുള്ള തീരുമാനമാണ് അമ്മ എടുത്തത് എന്നുള്ള കാര്യം. ശ്രീകാന്തിന് വർഷയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ ശ്രുതിയുടെയും മുഖം ഒന്ന് കാണണം, ഭയങ്കര ഗൗരവത്തിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അതേ ഒരു ഭാവം തന്നെയാണ് ചന്ദ്രമതിക്കും. ബാക്കി എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കൂടി ചെന്ന് അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ആ വിലപിടിപ്പുള്ള സാധനം മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഗൗരവമാണ്. അത് ആരുടെ അടുത്താണോ അവർക്കും ആ കുടുംബ ഗൗരവം പോകും. ദിവസവും പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുകയും പിന്നെ വർഷത്തിൽ ഒരു തവണ കുലദൈവം കോവിലിൽ കൊണ്ടുപോയിട്ട് അത് പൂജിക്കണം എന്നൊക്കെ അച്ഛമ്മ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ഇത് നമ്മുടെ കുടുംബം വിട്ടിട്ട് പുറത്തു പോകാൻ പാടില്ല, ഒരിക്കലും വിൽക്കാനും പാടില്ല എന്ന് പ്രത്യേകം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മയുടെ കുടുംബ ഗൗരവത്തെക്കാൾ വലുതായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. തുടർന്ന് സച്ചിയും പറയുന്നുണ്ട്, അച്ഛമ്മ ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിക്കും.
തന്നോളൂ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് സജി മേടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആദ്യം അച്ഛമ്മയുടെ കാലിൽ വേണ്ടിയിട്ട് നമ്മൾ ആശീർവാദം മേടിക്കണോ എന്നുള്ള കാര്യം. ആശീർവാദം വാങ്ങുന്നതിന് മുമ്പായിട്ടൊന്ന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് പൂജാമുറി പോയിട്ട് വേഗം ഓടിയിട്ട് രാവിലെ എല്ലാവർക്കും അച്ഛമ്മ ആശീർവാദം കൊടുത്തതാണല്ലോ പൂവൊക്കെ ഇട്ടിട്ട്. ആ പൂ എടുത്തോണ്ട് വരുവാണ്. എന്നിട്ട് ചന്ദ്രയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. രവിയും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ആശീർവാദം കൊടുക്കുന്നത് രണ്ടുപേർക്കും കൂടി. അങ്ങനെ അച്ഛമ്മ രണ്ടുപേർക്കും ആയിട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ വേഗം രേവതിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. രേവതി അത് മേടിച്ചിട്ട് തൊഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ണ് തൊട്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഭദ്രകാളിയെ പോലെ തുള്ളി നിൽക്കുന്ന രീതിയിൽ ചന്ദ്രമതി രേവതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക.